പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. സംസ്ഥാനത്ത് പോളിംഗ് ആരംഭിച്ചു. സംസ്ഥാനം കാത്തിരുന്ന 80% കടക്കുമെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പോളിംഗ് നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. തോമസ് ഐസക് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഹൈദരി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ഈ പുറത്തു വരുന്ന നേതാക്കൾ സ്വാഭാവികമായും അല്പം മാറി നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും. അവർ തങ്ങളുടെ ആത്മവിശ്വാസം പങ്കുവെക്കും. അതിലേക്ക് കൂടി കടക്കണം. തോമസ് ഐസക് പുറത്തേക്ക് വരുന്നു. ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ 5:30 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മോക്ക് പോളിംഗിൽ ചില ഇടങ്ങളിൽ മലപ്പുറത്ത്, കോഴിക്കോട്ട്, ഒപ്പം പത്തനംതിട്ടയിൽ ചില ബൂത്തുകളിൽ മാത്രം ചില പ്രശ്നങ്ങൾ കണ്ടതൊഴിച്ചാൽ ഏതാണ്ട് മോക്ക് പോളിംഗ് കാര്യമായി തന്നെ 90% മുകളിൽ പൂർത്തിയാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. രാവിലെ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര പല ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നമ്മൾ രാവിലെ മുതൽ തന്നെ കണ്ടതാണ്. കേരളമല്ലാതെ 20 പി കെ കുഞ്ഞാലിക്കുട്ടിയും വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങൾ കാണാം. നമുക്കറിയാം കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്കൊപ്പം 68 മണ്ഡലങ്ങൾ, 12 സംസ്ഥാനങ്ങളിലെ 68 മണ്ഡലങ്ങളിലും ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കേരളം, കർണാടകം, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, UP, മധ്യപ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ബംഗാൾ, മണിപ്പൂർ, ത്രിപുര, ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇന്ന് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം മടങ്ങുകയാണ്. വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം ബൂത്തിന് പുറത്തേക്ക് വരുന്നു. തോമസ് ഐസക് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തി. അദ്ദേഹം പുറത്തേക്ക് വരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും പോളിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുവരെ അങ്ങനെ തടസ്സപ്പെട്ടതായി എങ്ങനെയുള്ള വിവരങ്ങൾ തൽക്കാലം പുറത്തു വരുന്നില്ല. നമുക്കറിയാം 8ഓളം ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് അടക്കം ഏർപ്പെടുത്തിയാണ് ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത്. അതീവ സുരക്ഷാ മണ്ഡലങ്ങൾ അടക്കം. തോമസ് ഐസക് സംസാരിക്കുന്നു. ഹലോ 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 ആദ്യം വോട്ടറായിട്ട് തന്നെ വോട്ട് ചെയ്തു. ആദ്യം തന്നെ കേരളത്തിൽ ഉടനീളമുള്ള കാര്യങ്ങൾ ചോദിക്കാം. എത്രത്തോളം പ്രതീക്ഷ ഇടതുമുന്നണിക്ക് മൊത്തത്തിൽ 20 മണ്ഡലങ്ങളിലായിട്ട്? 2004 വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേടും. പത്തനംതിട്ടയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 1.5 മാസം നീണ്ടുനിന്ന പ്രചരണമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. ഉറപ്പായും വിജയിക്കും. പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല. പത്തനംതിട്ടയിൽ ഒരു ത്രികോണ മത്സരമുണ്ട്. ത്രികോണമില്ല. UDF-ഉം LDF-ഉം തമ്മിലാണ് പത്തനംതിട്ട മത്സരം. NDA സ്ഥാനാർത്ഥി ഡിസ്റ്റന്റ് തേർഡാണ്. രാവിലെ തന്നെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. എനിക്ക് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണം എന്നാണ്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാർ ഉണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ധാരണ കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താരതമ്യം ഉണ്ടാകും എന്നുകൂടി കരുതുകയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റും ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത് കേരളത്തിലെ UDF ആണ്. ആ അജണ്ടയിൽ UDF തീരുമാനിച്ച അജണ്ടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിർത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി കൂടി ഞങ്ങൾക്ക് തീർച്ചയായിട്ടുമുണ്ട്.
ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുകയും അതെല്ലാം ഒരു പ്രസക്തിയില്ലാതായി മാറുകയും ചെയ്യുന്ന കാര്യം കൂടി കണ്ടു. കേരളത്തിലെ അപ്രസക്തരായ ചില ആളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ BJPയിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ച് അട്ടഹസിച്ച ആളാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ള പല CPM ഇടതുമുന്നണി നേതാക്കളും. തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കണ്ടത് LDFിൻ്റെ കൺവീനർ തന്നെ BJPയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏത് ആയുധം വെച്ചിട്ടാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ആ ആയുധം തന്നെ അവർക്ക് നേരെ തിരിയുന്ന വിചിത്രമായ രസകരമായ കാഴ്ചയാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടത്. ഞാനൊരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു, ശ്രീ EP ജയരാജൻ LDFിൻ്റെ കൺവീനറാണോ NDAയുടെ കൺവീനറാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ CPM നേതാക്കളുടെ പ്രസ്താവനകൾ നോക്ക്. MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗുജറാത്തിൽ BJP തൂത്തുവാരും, കോൺഗ്രസ് 100 സീറ്റ് തികയ്ക്കില്ല. അപ്പോൾ അവിടെ ആര് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്? കോൺഗ്രസ് 100 സീറ്റ് തികച്ചില്ലെങ്കിൽ ഡൽഹിയിൽ ആര് വരും? BJP വരണമെന്നാണോ CPM ആഗ്രഹിക്കുന്നത്? അപ്പോൾ LDFിൻ്റെ കൺവീനർ മുന്നോട്ട് വന്നവർ BJPയുടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര മിടുക്കന്മാരാണ്, അവർ വലിയ മുന്നേറ്റം നടക്കും. ഇതെല്ലാം BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. കാരണം അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്നോ അവരടിച്ചു കയറുമെന്നോ 100 സീറ്റ് കോൺഗ്രസ് കിട്ടില്ല എന്നൊന്നും അവരാരും പറയില്ല. പക്ഷേ CPM ആണ് പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ അവർ തമ്മിലുള്ള ബന്ധം പരസ്യമായി. CPM നേതാക്കൾ തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് നിർദ്ദേശിക്കുന്നതിൻ്റെ തെളിവുകളാണ് തൃശ്ശൂരിലെ ഇലക്ഷൻ കമ്മിറ്റി ഹാജരാക്കിയത്. പക്ഷേ CPM മറിച്ച് BJPക്ക് വോട്ട് ചെയ്താലും തൃശ്ശൂരിൽ